ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ബിരിയാണി റൈസിൻ്റെ റെസിപ്പിയാണ്. ഈ ഒരു റൈസിൻ്റെ മെയിനായിട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളിതിൽ ചിക്കനോ മുട്ടയോ ഫിഷോ അങ്ങനത്തെ ഒരു ഐറ്റംസ് യൂസ് ചെയ്യുന്നില്ല. പക്ഷേ ടേസ്റ്റാണ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. പ്രത്യേകിച്ചും വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കി കെടുക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ ഐറ്റം തന്നെയാണ്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോയാലോ. വീട്ടിലേക്ക് പോകുന്നത് പിന്നെ എനിക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു ബിരിയാണി റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അരി ഒന്ന് എടുത്ത് വെക്കാം. അപ്പോൾ ഈ ഒരു ബൗളിലേക്ക് ഞാൻ 2 കപ്പ്, അതായത് എൻ്റെത് ഇപ്പോൾ 250 ml 2 കപ്പ് അളവിൽ ജീരകശാല അരിയാണ് എടുക്കുന്നത്. നമ്മൾ നെയ്ച്ചോറ് തലശ്ശേരി ബിരിയാണി വെക്കുന്ന അരിയാണ്. അപ്പോൾ ഇതിന് പകരം ബസുമതി റൈസ് വേണ്ടെങ്കിലും എടുക്കുക. പക്ഷേ ഈ ഒരു റൈസ് ആകുമ്പോൾ ഒരു എക്സ്ട്രാ ടേസ്റ്റ് കൂടുതൽ കിട്ടും കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് കഴുകിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. കുതിർത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെള്ളം നന്നായിട്ട് ഊറ്റിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ റൈസ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങല. അപ്പോൾ ഇതാ ഞാനൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം നെയ്യാണ് ചേർക്കുന്നത്. നമ്മുടെ RKGയോ മിൽമയുടെ നെയ്യ് അങ്ങനത്തെ ഏതെങ്കിലും എടുക്കുക. അതിലേക്ക് 2-3 ടേബിൾ സ്പൂണോളം ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മൊത്തത്തിൽ നെയ്യിൽ ചെയ്യാനോ അല്ലെങ്കിൽ മൊത്തത്തിൽ ഓയിലിൽ ചെയ്യാനോ ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒന്ന് മാത്രം എടുത്താലും മതി കേട്ടോ. പക്ഷേ നെയ്യ് ഉണ്ടാകുമ്പോൾ ഒരു എക്സ്ട്രാ ടേസ്റ്റാണല്ലോ നമുക്ക് പൊതുവേ ബിരിയാണിക്ക്. അപ്പോൾ എണ്ണ ചൂടായതിന് ശേഷം ഞാൻ ഇതിലേക്കൊരു വലിയ സവാള ഇതുപോലെ നേരതായിട്ട് നീളത്തിൽ കട്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ 2 കപ്പ് അരിക്കലേ വെക്കുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ ഒരു സവാള മതി കേട്ടോ, ഒരുപാട് വേണ്ട. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഏതാണ്ട് ഒരു പകുതിയോളം വഴറ്റിയെടുക്കുക കേട്ടോ, കാരണം ഇനി നമുക്കിതിലേക്ക് വേറെ ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാനുള്ളതാണ്. അപ്പോൾ ഇതുപോലെ നമ്മുടെ സവാള ഒന്നങ്ങ് വാടി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ ക്യാരറ്റ് ഇതുപോലെ പൊടിപൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു തക്കാളിയും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട്, ഇതിൽ ചേർക്കുന്ന ഐറ്റംസൊക്കെ പൊടിയായിട്ട് കട്ട് ചെയ്യുക കേട്ടോ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി, ഏകദേശം 1/2 കപ്പ് ക്യാപ്സിക്കം ഇതുപോലെ പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് നമ്മുടെ ചിക്കൻ സ്റ്റോക്കില്ല, മാഗിയുടെ ക്യൂബാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇപ്പോൾ 2 എണ്ണം എടുത്തിട്ടുണ്ട്. ഈ ഒരു ടൈപ്പാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് 2 എണ്ണം ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ റൈസ് കൂടുതലായിട്ട് എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് സ്റ്റോക്കും കൂട്ടണേ. ഒരുപാടൊക്കെ എടുക്കുമ്പോൾ ഒരു 3 എണ്ണമൊക്കെ ചേർക്കുക. അപ്പോൾ കൈ വെച്ചിട്ട് ഇതുപോലെ പൊടിച്ചെടുത്തിട്ടതിന് ശേഷമാണ് ഞാൻ ഒന്ന് ചേർത്ത് കൊടുക്കുക. മുഴുവനായിട്ട് ചേർക്കാതെ ഇങ്ങനെ പൊടിച്ച് ചേർക്കുന്നതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും സമയമായിട്ട് നമ്മളിതിൽ ഉപ്പൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഇപ്പോൾ ചേർക്കേണ്ട, കാരണം ഞാൻ എടുത്തിട്ടുള്ള സ്റ്റോക്ക് എന്ന് പറയുന്നത് ഉപ്പുള്ളതാണ്, അതുകൊണ്ട് തന്നെ പിന്നീട് നോക്കിയിട്ട് ചേർക്കാം. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് 3ഉം കൂടി ഒന്നിച്ച് ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു 1.25 ടേബിൾ സ്പൂൺ ഉണ്ട്. അപ്പോൾ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഏകദേശം ഒരു മിനിറ്റ് നേരം ഇതുപോലെ ഫ്ലെയിം കുറച്ചിട്ട് തന്നെ വഴറ്റിയെടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് നല്ലപോലെ സോഫ്റ്റ് ആക്കി കിട്ടുന്നവരെ വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു റൈസിൽ നിന്ന് ക്യാപ്സിക്കൊന്നും കാണൂല കേട്ടോ. ചെറിയ രീതിക്ക് ക്യാരറ്റ് മാത്രമേ കാണാൻ കിട്ടുള്ളൂ. അത്രമാത്രം സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മൾ വഴറ്റിയെടുക്കണേ. അപ്പോൾ ഞാൻ ഇതിനെ അടച്ച് വെച്ച് കൊടുക്കട്ടെ. ഇപ്പം നമ്മുടെ സവാള കാര്യങ്ങളൊക്കെ നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. മുകളിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇത്രയും തന്നെ വാട്ടിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് മല്ലിയില, പുതിനയില, കറിവേപ്പില കയ്യിലുള്ളത് എല്ലാം കുറച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. മല്ലിയില നിർബന്ധമായിട്ടും ചേർക്കുക. കറിവേപ്പിലയും പുതിനയില ഉണ്ടെങ്കിൽ നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ ചേർക്കുക. എല്ലാം കുറച്ച് മതി. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഈ ഒരു റൈസിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി മാത്രമാണ് കേട്ടോ ചേർക്കുന്നത്. വേറെ ഒരു പൊടികളും ചേർക്കാൻ പാടില്ല. ഇത് മാത്രം മതി. ഇത് തന്നെയാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഗരം മസാലയും ചേർത്തിട്ട് ഒന്നങ്ങ് ഇളക്കി ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്കുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 കപ്പ് അരിയല്ല എടുത്തത്, അതുകൊണ്ട് തന്നെ 4 കപ്പ് പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ എടുക്കുന്ന അരിക്ക് 1 കപ്പിന് 2 കപ്പാണ് വെള്ളം വേണ്ടത്, അതുകൊണ്ട് തന്നെ 4 കപ്പ് പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഉപ്പ് ചെക്ക് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ സ്റ്റോക്കൊക്കെ മൊത്തത്തിൽ മിക്സായി ഉപ്പൊക്കെ കറക്റ്റ് മനസ്സിലാവും ഈ ഒരു ടൈമിലാവുമ്പോൾ. അപ്പോൾ ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇത് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വെള്ളം നല്ലപോലെ തിളച്ച് വരട്ടെ. അപ്പോൾ ഈ ഒരു ടൈമിലും അരി കഴുകി എടുത്താൽ മതി കേട്ടോ. ഫസ്റ്റ് തന്നെ കഴുകി വെക്കണമെന്നൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ടൈമിൽ കഴുകി വെക്കുന്നതാണെങ്കിൽ ഒരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ വെള്ളം തിളക്കുന്ന സമയം മതി കേട്ടോ അരി കഴുകിയിട്ട്. ഇപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ കണ്ടില്ല, അത്യാവശ്യം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ടൈമിൽ നമ്മൾ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരി മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് മീഡിയത്തിന് അതിൻ്റെ ഇടയിലായിട്ട് ഇട്ടിട്ട് നമുക്കിതൊന്ന് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ.
അപ്പോൾ ഇതാ നമ്മുടെ വെള്ളമൊക്കെ ഏതാണ്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. സാധാരണ നോർമൽ ബിരിയാണി നെയ്ച്ചോറൊക്കെ വെക്കുന്ന പോലെ തന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയല്ലേ. അപ്പോൾ വെള്ളം വറ്റി വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. മുകൾ ഭാഗം ടൈറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നന്നായിട്ട് വെന്തോടും. എന്നിട്ട് അതുപോലെ തന്നെ വെള്ളം വറ്റിക്കുന്ന സമയത്ത് ഓവർ അങ്ങ് ആദ്യം തന്നെ വറ്റിച്ചെടുക്കരുത് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കയ്യിൽ കാണുമ്പോൾ മനസ്സിലായില്ല, ചെറിയ രീതിക്കൊന്ന് കുമ്പിള പോലെ നിൽക്കുന്നില്ല, ആ ഒരു രീതിക്ക് വറ്റിക്കുക കേട്ടോ. അപ്പോൾ ഒട്ടും തന്നെ അടിക്കൊന്നും പിടിക്കാൻ നല്ല റൈസായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഞാൻ ഇത് വീണ്ടും അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് വേവട്ടെ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബിരിയാണി റൈസ് റെഡി ആയിട്ടുണ്ട്. ഭയങ്കര സിമ്പിളല്ല ചെയ്യാനായിട്ട്, എല്ലാവരുടെ അടുക്കളയിലുള്ള ഐറ്റംസേ വേണ്ടുള്ളൂ. അതുപോലെ തന്നെ കുട്ടികൾക്ക് ലഞ്ചിലൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ. സൈഡായിട്ടൊന്നും വേണ്ട, കുറച്ചൊരു തൈരോ അല്ലെങ്കിൽ ഒരു നാരങ്ങാച്ചാറോ ഉണ്ടെങ്കിൽ പൊളിക്കും കേട്ടോ. പറഞ്ഞറിയിക്കാൻ പറ്റാതെ അത്ര രുചിയാണ്. അപ്പോൾ നമുക്കിത് സെർവ് ചെയ്യുക. നിങ്ങൾക്ക് റൈസിൻ്റെ പെർഫെക്ഷൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഒട്ടും തന്നെ പരസ്പരം അങ്ങനെ ഒട്ടിപ്പിടിക്കുക കുഴഞ്ഞുപോയോ അങ്ങനെയൊന്നുമില്ല. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള റൈസാണ് കേട്ടോ. ഒരു തവണയെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്യണം. പിന്നെ ചില്ലി ചിക്കൻ, ചിക്കൻ ഫ്രൈ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ പൊളിക്കും, പറയേ വേണ്ടല്ലോ, അതെന്തിനും അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. ആ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്തൊരു ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ. അതൊന്ന് ചെക്ക് ചെയ്യട്ടെ, എന്നാൽ പലരും നോട്ടിഫിക്കേഷൻ്റെ പ്രശ്നം പറയുന്നുണ്ട്. അപ്പോൾ ഓള് തന്നെ ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്